നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരതിന്റെ അസംബ്ലീസ് യൂണിറ്റായി ഒരു റെയിൽ കോച്ച് ഫാക്ടറി പത്തനംതിട്ടയിൽ അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കാൻ സാധ്യതാ പഠനം നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് BJP സ്ഥാനാർത്ഥിയായ അനിൽ കെ ആന്റണി. BJPയുടെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഇടം പിടിച്ച ശ്രദ്ധേയമായ ഇനവും ഇത് തന്നെയാണ്. മലയോര ജില്ലയിലും മുഖച്ഛായ മാറുമായിരിക്കുമെന്നാണ് ഇവർ കരുതപ്പെടുന്നതും. അസംബ്ലിംഗ് യൂണിറ്റ് എന്നാൽ ഷെൽ പാർട്സ് മുതൽ ഫർണിഷിംഗ് പാർട്സ് വരെ കമ്പനികൾക്ക് ടെൻഡർ വിളിച്ച് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഈ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് കോച്ചുകളാക്കി ഫർണിഷിംഗ് ചെയ്ത് റെയിൽവേ ലൈനിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗും പഠിച്ചവർക്ക് കേരളത്തിൽ തന്നെ വൻ ജോലി സാധ്യതകൾ ഉയർന്നുവരും. ഗവൺമെന്റ് കോച്ച് ഫാക്ടറിയിൽ മുഴുവൻ ഇന്ത്യക്കാരോടും മത്സരിച്ച് ഒരു ജോലിയിൽ എന്നതിലുപരി ലോക്കലായി അനുബന്ധ ഘടകങ്ങളിൽ നിർമ്മിക്കുന്ന സ്വകാര്യ ഫാക്ടറികളിൽ മികച്ച ജോലികൾ ലഭിക്കും. ഫാക്ടറിയും അനുബന്ധ ഇൻഡസ്ട്രിയൽ പാർക്കിങ്ങും ഒക്കെ വരുന്ന നാട്ടിൽ സ്ഥലത്തിന്റെ വില കൂടും. നാട്ടുകാർക്ക് കാലിയായി കിടക്കുന്ന വീടുകൾ വാടകയ്ക്ക് കൊടുത്തും മറ്റും ബിസിനസ് ലഭിക്കും. റെസ്റ്റോറന്റ് ബിസിനസ് ബൂസ്റ്റ് ചെയ്യപ്പെടും. ഓരോ മേഖലയിലും ആവശ്യമായി വരുന്ന സാധനങ്ങൾക്ക് സമീപത്ത് പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ വൻ വികസന മുന്നേറ്റമുണ്ടാകും. കോച്ച് ഫാക്ടറി തുടങ്ങിയാൽ അനുബന്ധ കമ്പനി എക്കോസിസ്റ്റം ഉണ്ടാക്കി വരുത്തുന്നതിൽ സമീപ പഞ്ചായത്തുകൾക്ക് വരുമാനം വർദ്ധിക്കുന്ന പദ്ധതിയായി അത് മാറും. ഫിനാൻഷ്യൽ ചെയിൻ റിയാക്ഷൻ വലുതാണ്. പൊതുമേഖലയിൽ ഫുള്ളായ ഒരു കോച്ച് ഫാക്ടറി തുടങ്ങിയാൽ ആ നാട്ടുകാർക്ക് എത്ര ബെനിഫിറ്റ് കിട്ടുമെന്ന് വരില്ല. അതിനുള്ള മിനിമം 300 ഏക്കർ സ്ഥല ലഭ്യതയും വേണം. പക്ഷേ വന്ദേ ഭാരത് അസംബ്ലീസ് യൂണിറ്റ് 25 ഏക്കർ ധാരാളമാണ്. പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ്. കുന്നന്താനം പാമല എസ്റ്റേറ്റിൽ ഏറ്റെടുക്കലുകൾ നടത്തി ഫാക്ടറി വന്നാൽ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ പാത ഉണ്ടാക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അനുയോജ്യമായ മറ്റിടം എന്നത് തേടേണ്ടി വരില്ല. ജയിച്ചാൽ കേരളത്തിലെ ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം സാധ്യതകൾ വർദ്ധിക്കുന്ന തരത്തിൽ വന്ദേ ഭാരത് കോച്ച് ഫാക്ടറിക്കായി ശ്രമിച്ചേക്കും എന്നുള്ള അനിൽ കെ ആന്റണിയുടെ നയരേഖാ പ്രഖ്യാപനം ഏറെ പ്രതീക്ഷയാണിപ്പോൾ ഉയർത്തുന്നത്.